പ്രവാസിയായിട്ട് എത്ര വർഷമായി? 30 വർഷത്തോളം. 30 വർഷം പ്രവാസിയായിട്ട് 30 വർഷം. അപ്പൊ നിങ്ങൾ പേര് പറഞ്ഞില്ല? എൻ്റെ പേര് ഇബ്രാഹിം. നിങ്ങളെ പേര്? ഷമീർ. നിങ്ങൾ എത്ര വർഷമായി പ്രവാസിയായിട്ട്? 12 വർഷം പ്രവാസിയായിട്ട്. അപ്പൊ ഈ 30 വർഷത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ സന്തോഷം കിട്ടിയൊരു സംഭവം അല്ലേ? വീട് കയറ്റിയതാണോ അല്ലെങ്കിൽ എന്തും പറയാം. ചോദിക്കണേ എന്താ പറയാ? കല്യാണം കഴിച്ചത്, പിന്നെ മക്കള്, വീട്, ഇതൊക്കെ തന്നെയാണ് വലിയ സമ്പാദ്യം. വീട് വെച്ച് മക്കളെ കുഞ്ഞു പോലെ നോക്കി കല്യാണം കഴിച്ചതും മക്കളുണ്ടായതും ഹാപ്പിയാണ്. പ്രവാസിയായിട്ട് ഹാപ്പിയാണ്. ഫാമിലി ഇവിടെ ഉണ്ട്. എന്നെ പറയാണ്ട് എന്റെ അടുത്തേക്ക് വന്നു സർപ്രൈസ് ആയിട്ട്. ഒരാഴ്ചയായുള്ളൂ. നിങ്ങളോ എങ്ങനെ? അതായത് എത്ര സന്തോഷം പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ? അങ്ങനെ ഇപ്പൊ ചോദിച്ചാ എന്താ പറയാ? അല്ല, വീട് അല്ലെങ്കിൽ സന്തോഷം, നാട്ടിൽ പോണ വസ്തു വാങ്ങിയിട്ടുണ്ട് കുറച്ച്. പിന്നെ ഈ നാട്ടിൽ പോകുന്നവരൊക്കെ സന്തോഷം തന്നെയല്ലേ? അത്രേ ഉള്ളൂ. അതെ. അപ്പം ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ടോട്ടലി ഹാപ്പിയാണ്. പ്രവാസിയായിട്ട് ഹാപ്പിയാണ്. ഹാപ്പിയാണ്. നമ്മൾ പ്രവാസികളോട് എന്തെങ്കിലും, അതായത് പുതിയ തലമുറയോട് എന്തെങ്കിലും പറയണ്ടോ? പിന്നെ നമ്മളെ ചെക്കന്മാരോട് എന്തെങ്കിലും? ഒരുപാട് പ്രതീക്ഷകളായിട്ട് വരാണ്ട്, പിന്നെ വലിയ പ്രതീക്ഷിച്ചിട്ട് വരാണ്ട് ഇവിടെ വന്നിട്ടുള്ള പോവാ, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാ. ആരോടും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അതന്നെ. വലിയ ഒരുപാട് ഇവിടെ വന്നിട്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം വലിയ ഒരുപാട് പ്രതീക്ഷകളായിട്ട് വന്നിട്ട് നമുക്കൊന്നും ലഭിക്കാണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക്. അപ്പം അത് ഒരുപാട് പ്രതീക്ഷിക്കാതെ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ അൽഹംദുലില്ലാ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നിങ്ങനെ നാളെ ചിലപ്പം അത് തന്നെ. ഹാപ്പിയാണ്.